നൗ റണ്ണിങ്ങിൻ്റെ സിനി ടോക്കിലേക്ക് സ്വാഗതം. ഞങ്ങളിന്ന് ഇവിടെ നിൽക്കുന്നത് ഏറ്റവും പുതിയ മലയാള ചിത്രമായ എസ്രയുടെ റിവ്യൂ ആയിട്ടാണ്. പൃഥ്വിരാജിൻ്റെ ഏറ്റവും പുതിയ ഒരു ഹൊറർ ജനർ ഉള്ള മൂവിയാണ് എസ്ര. പൃഥ്വിരാജിൻ്റെ മൂന്നാമത്തെ ഹൊറർ ചിത്രമാണ് എസ്ര. ഇതിനു മുമ്പ് വെള്ളി നക്ഷത്രവും അന്തഭദ്രവും രണ്ടും ഹിറ്റ് ചിത്രങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ടായിരുന്നത്. മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയതിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ട് കോമഡി ഇല്ലാണ്ടാണ് ഈ ഹൊറർ ചിത്രം ജനങ്ങൾക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒരു കോമഡി ഫ്ലേവർ പലപ്പോഴും ഹൊറർ സിനിമ ഡയറക്ടേഴ്സ് ഒരു വിരസത ആക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഇവിടെ ജെയ്ക്ക് വിജയിച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ്. ഒരു കോമഡിയുടെ ഒരു പ്രസൻസ് പോലുമില്ല. തുടക്കം തൊട്ട് അവസാനം വരെ ഹൊറർ മൂഡ് മാത്രം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രേക്ഷകരെ പിടിച്ചിരുത്താൻ എക്സ്രയ്ക്ക് സാധിക്കുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങും കണ്ടിട്ടില്ലാത്ത ഒരു ജൂയിഷ് ബാക്ക്ഡ്രോപ്പിലാണ് സ്റ്റോറി പോകുന്നത്. അതായത് ഇതുവരെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സംസ്കാരമാണ് ജൂയിഷ് സംസ്കാരം. അവരുടെ തന്നെ ഡിബക്ക് എന്നൊരു മിത്തിനെ ആസ്പദമാക്കിയാണ് ഈ സ്റ്റോറി. എസ്ര ആരാണെന്നുള്ളതാണ് ചിത്രത്തിൻ്റെ മിസ്റ്ററി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നടൻ തന്നെയാണ് ആ റോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ചിത്രത്തിൻ്റെ കാസ്റ്റിംഗിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ചിത്രത്തിൻ്റെ മെയിൻ കഥാപാത്രം പൃഥ്വിരാജാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. രഞ്ജൻ എന്നൊരു കഥാപാത്രത്തെയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് നായികയ്ക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ചിത്രത്തിലുള്ളത്. അതായത് പ്രിയാനന്ദരു വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നന്നായിട്ട് അവരുടെ റോള് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് സുദേവ് നായരാണ്. സ്റ്റേറ്റ് അവാർഡ് വിന്നറാണ് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് എടുത്തു പറയേണ്ടതായിട്ടൊരു ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് നമ്മുടെ മഹേഷിൻ്റെ പ്രതികാരത്തിലെ വില്ലനായ ജിൻസനാണ്. അദ്ദേഹം ഈ സിനിമയിലെ ക്യാരക്ടർ അത് വളരെ അപ്പിയറൻസിലും അതുപോലെ തന്നെ വേ ഓഫ് പ്രസൻറ്റേഷനിലും വളരെയധികം വ്യത്യസ്തം നിർത്തുന്ന ഒരു കഥാപാത്രമായിരുന്നു. ഫിലിം കണ്ട ആദ്യ കുറച്ച് നേരമൊന്നും എനിക്ക് മനസ്സിലായത് പോലുമില്ല ഇത് ജിൻസനാണ് അഭിനയിച്ചിരിക്കുന്നതെന്ന്. എനിവേ ഹി ഹാസ് ഡൺ എ ഫാന്റാസ്റ്റിക് പെർഫോമൻസ്. പിന്നീടുള്ളത് വെറ്ററൻ ആക്ടേഴ്സായ വിജയരാഘവൻ, പ്രതാപ് പോത്തൻ എന്നിവരാണ്. വിജയരാഘവൻ്റെ ക്യാരക്ടർ സിനിമയുടെ നല്ലൊരു ഭാഗത്തിൽ തന്നെ ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ പറയാൻ മറന്നുപോയ ഒരു ക്യാരക്ടറുണ്ട്. കാരണം അദ്ദേഹത്തിന് സ്ക്രീൻ സ്പേസ് വളരെ കുറവായതുകൊണ്ടായിരിക്കും ഞങ്ങൾ മറന്നുപോയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ വളരെ നല്ലൊരു ക്യാരക്ടറായിരുന്നു. അദ്ദേഹം നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ടൊവിനോ തോമസിൻ്റെ പോലീസ് വേഷം വളരെ മികച്ചതായിരുന്നു. ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് പോലീസ് വേഷങ്ങൾ തേടി എത്താൻ വളരെയധികം സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് നന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമയിലെ പെർഫോമൻസ്. ACP ഷഫീർ അഹമ്മദ് എന്ന ക്യാരക്ടറിനെ അദ്ദേഹം ചെയ്യാവുന്നതിനേറ്റവും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ ഫിലിം കഴിഞ്ഞിട്ട് ആഫ്റ്റർ എൻ ക്രെഡിറ്റ്സിൽ നമുക്കൊരു സ്വീക്കൽ ഇനി പടത്തിനുണ്ടാവും എന്നൊരു സൂചന കൂടെ തരുന്നുണ്ട്. എൻ ക്രെഡിറ്റ്സിൽ വരുന്ന മണികണ്ഠൻ വളരെ ചെറിയ ലെസ് ദാൻ എ മിനിറ്റാണ് സ്ക്രീൻ ടൈം എങ്കിലും വളരെ നന്നായി തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ എസ്രയ്ക്ക് ഒരു സെക്കൻഡ് പാർട്ട് മേ ബി പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നീട് ചിത്രത്തിൻ്റെ ഡയറക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് തോന്നില്ല. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഹാഫ് അവർ അല്ലെങ്കിൽ ഫസ്റ്റ് 1 hour ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ചിത്രം ഏത് രീതിയിലാണ് പോകുന്നത്. അതായത് ചിത്രത്തിൻ്റെ പേസ്, ചിത്രം എത്ര നന്നായിട്ട് ഡയറക്ടർ എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയണമെങ്കിൽ ആ ഒരു ഫസ്റ്റ് 1 hour കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. നമ്മൾ പിടിച്ചിരുത്താൻ ഉതകുന്ന രീതിയിലാണ് ആ ചിത്രം എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഡയറക്ടറിൻ്റെ ഫസ്റ്റ് മൂവിയാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് വളരെ നല്ല ടെക്നിക്കൽ പെർഫെക്ഷൻ ഈ സിനിമയ്ക്കുണ്ട്. ഉദാഹരണത്തിനായി സൗണ്ട് ഡിസൈൻ്റെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസിൽ ടെക്നോളജി വഴിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ എത്തിച്ചിരിക്കുന്നത്. സാധ്യമാവുമെങ്കിൽ ഡോൾബി അറ്റ്മോസ് ഫെസിലിറ്റി ഉള്ള തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. മികച്ച മ്യൂസിക് ചെയ്തിട്ടുണ്ട് രാഹുൽ രാജിൻ്റെ ലൈലാഗമ എന്ന സോങ് ഇപ്പോൾ തന്നെ യൂട്യൂബിൽ അറൗണ്ട് 2 million വ്യൂസ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വിഷ്വൽ എസ്തെറ്റിക്സും വളരെ വലുതാണ്. പിന്നെ ഒരു ഹൊറർ സിനിമയ്ക്ക് വേണ്ടതായ ഒരു ഗ്രേയിഷ് ആയ ഒരു കളർ ഗ്രേഡിങ്ങും സിനിമയ്ക്ക് ചെയ്തിട്ടുണ്ട്. സോ വിഷ്വലി ഈവൻ ദോ ഫിലിം ഒരു ഹൊറർ തീമാണെങ്കിലും ലൈലാഗമ എന്ന സോങ് റൊമാൻറ്റിക് സോങ് ആയിട്ട് പോലും വളരെ നന്നായിട്ട് സിനിമയിൽ പ്ലേസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. സോ അത് ഒരു ഡയറക്ടറിൻ്റെ വളരെ നല്ലൊരു വിജയമായി കാണുന്നു. പിന്നീട് സിനിമാറ്റോഗ്രാഫറായ സുജിത് വാസുദേവ് ചെയ്തിരിക്കുന്ന വാക്കാണ്. ആ സിനിമയുടെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ പെർഫെക്ഷനും അദ്ദേഹത്തിൻ്റെ വാക്കിൻ്റെ ക്ലാസ്സും. പിന്നീട് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ചിത്രം, ക്യാമറ വർക്ക് ഒക്കെ വളരെ നല്ലതാണ്. പിന്നെ സ്പെഷ്യൽ എഫക്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഹോളിവുഡ് ഹൊറർ ഫിലിംസിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെ സ്പെഷ്യൽ എഫക്ട്സ് അത്ര പെർഫെക്ഷനായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സ്പെഷ്യൽ എഫക്ട്സ് പേടിപ്പെടുത്തുക എന്നതിനേക്കാൾ കൂടുതൽ ഒന്ന് ത്രില്ലിംഗ് ആക്കുക, ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ആണ് ഈ സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. ഹൊറർ എന്ന തീമിനേക്കാളും നല്ലൊരു കഥ, നല്ലൊരു സ്ക്രീൻ പ്ലേ, അതാണ് ഈ സിനിമയുടെ ബാക്ക് ബോൺ. സോ ഒരിക്കലും ഒരു ഹൊറർ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന ആ ഒരു ലെവലിലേക്ക് സിനിമ ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല എന്നല്ല, ബട്ട് സ്റ്റോറി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ഫിലിം. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തംസ് അപ്പ് ആൻഡ് സബ്സ്ക്രൈബ്. For more movie reviews and short times, please visit www.nowrunning.com. This is Alan and Kiran signing off. Thank you.